മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2023 ഒക്ടോബർ 7 തൊട്ടു പിന്നാലെ കൃത്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചതാണ് ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അടിച്ച് തകർക്കുമെന്ന്, അലി ഖൊമൈനിയെ തീർക്കുമെന്ന്. അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അലി ഖൊമൈനിയെ തീർത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രഖ്യാപനവുമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി രംഗത്ത് എത്തിയിരിക്കുന്നു. ഈ പ്രഖ്യാപനത്തിൽ കൃത്യമായിട്ട് പറയുന്നു, കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചതാണ് ഈ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് പ്രസംഗിച്ചതിന്റെ പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പ്രതിരോധ മന്ത്രിമാരായും IDF ചീഫ് ഓഫ് സ്റ്റാഫുമായും മൊസാദിന്റെ ഡയറക്ടറുമായും ഞാൻ ഒരു കൂടിക്കാഴ്ച പൂർത്തിയാക്കി. സൈനിക പ്രവർത്തനങ്ങൾ തുടരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. ഇന്നലെ സ്വേച്ഛാധിപതിയായ ഖമേനിയെ ഞങ്ങൾ ഇല്ലാതെയാക്കി. അദ്ദേഹത്തോടൊപ്പം അടിച്ചമർത്തൽ ഭരണകൂടത്തിലെ ഡസൻ കണക്കിന് മുതിർന്ന വ്യക്തികളെയും ഞങ്ങൾ ഇല്ലാതെയാക്കി. നമ്മുടെ സൈന്യം ഇപ്പോൾ ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് വർദ്ധിച്ചു വരുന്ന തീവ്രതയോടെ ആക്രമണം നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകുകയേ ഉള്ളൂ. ഇന്നലെ ഇവിടെ ടെല്ലവീവിലും ഇപ്പോൾ ബീറ്റ് ഷെമഷിലും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടു. എന്റെ ഹൃദയം കുടുംബങ്ങൾക്ക് വേണ്ടി, ഇസ്രായേൽ പൗരന്മാരായ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ഞാൻ എൻ്റെ ആശംസകൾ അയക്കുന്നു. നമ്മുടെ നിലനിൽപ്പും ഭാവിയും ഉറപ്പാക്കാൻ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം IDFന്റെ മുഴുവൻ ശക്തിയും യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. ഈ പ്രവർത്തനങ്ങളിലേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെയും എൻ്റെ സുഹൃത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും US സൈന്യത്തിന്റെയും സഹായവും ഞങ്ങൾ കൊണ്ടുവരുന്നു. ഈ സേനാ സഖ്യം ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സഹായിക്കുന്നു. 40 വർഷമായി ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ഭീകര ഭരണകൂടത്തിന്റെ അരക്കെട്ടും തുടയും തകർക്കുക. ഇതാണ് ഞാൻ വാഗ്ദാനം ചെയ്തത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇസ്രായേലി പ്രധാനമന്ത്രി ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ മണിക്കൂറിൽ പോലും ലോകത്തോട് വിളിച്ചു പറയുന്നു, ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന്റെ അരക്കെട്ടും തുടയും തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നോ അത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുമെന്നുള്ളത് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തില് നിരീക്ഷകരായിട്ടുള്ള ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരേപോലെ വിലയിരുത്തുന്നത്. എത്രയും പെട്ടെന്ന് ഇറാന് പതനം സംഭവിക്കുന്നോ അത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുമെന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഈ യുദ്ധം പെട്ടെന്നൊന്നും തീരില്ല. ഇത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ആക്രമണം തന്നെയാണ്. ഇവിടെ ഒരുപാട് ആളുകള് ഇറാൻ മലമറിക്കും, അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. നമ്മൾ ഈ ഒരു ആക്രമണത്തെ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമല്ലേ, ഇസ്രായേൽ എത്രത്തോളം പ്ലാൻ ചെയ്തിട്ടാണ് ഖമേനി അങ്ങ് തീർത്തത് എന്ന് ഇവിടെ കുറെ ആള് പറയുന്നുണ്ട്. ഇറാൻ ശക്തമായ ആയുധങ്ങൾ പുറത്തെടുക്കുമെന്ന്. ഇനി എന്നാണോ ഇതൊക്കെ എടുത്തെടുക്കുക, ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക? പരമാധികാരി, അതായത് ഈ ഇറാന്റെ പരമോന്നത നേതാവ് തീർന്നു. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവരെടുത്തു കഴിഞ്ഞു. അതിനെയൊക്കെ തകർക്കാൻ ടെഹ്റാന് മുകളിൽ ഇസ്രായേലിന്റെ നിരവധി പോർ വിമാനങ്ങൾ ഇപ്പോഴും വട്ടമിട്ടു പറക്കുന്നു. ടെഹ്റാന്റെ ആകാശമൊക്കെ ഇസ്രായേൽ നിയന്ത്രണത്തിലേക്ക് വന്നു കഴിഞ്ഞു. ബാലസ്റ്റിക് മിസൈലുകളുടെ കേന്ദ്രങ്ങൾ പോലും അടിച്ചു തകർക്കുന്നതിലേക്ക് ഇസ്രായേൽ മുന്നോട്ട് കുതിച്ചോണ്ടിരിക്കുക. ഇതാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ മാധ്യമങ്ങള് ഇറാൻ എന്തോ അങ്ങോട്ടയച്ചു ഇങ്ങോട്ടയച്ചോ, ഇറാൻ അയക്കുന്നതൊക്കെ വലിയ ഇറാൻ കടന്നാക്രമിച്ചോ, അതേസമയം ഇസ്രായേൽ എന്തെങ്കിലും ഒരു ആക്രമണം, ഈരവാദം, കുട്ടികള്, സ്ത്രീകള്, അല്ല. ഇത് നേരെ തിരിച്ചില്ലേ. ഇസ്രായേലിൽ സാധാരണക്കാരില്ലേ, ഇസ്രായേലില് ആരുമില്ലേ? ഇവിടെയുള്ള മാധ്യമങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ അത്തരത്തിലല്ലേ മനസ്സിലാക്കാൻ സാധിക്കുക. ഓരോ മലയാളിയും തിരിച്ചറിയുക, ഇറാനെ അവസാനിപ്പിക്കേണ്ടത് ലോക സമാധാനത്തിന് തന്നെ വളരെ വലിയ അത്യാവശ്യ, ഒരു തർക്കമില്ലാത്ത വിഷയ. കാരണം എന്താ, ഇറാന് ഹമാസ് എന്ന ഭീകര സംഘടനയെ ഉണ്ടാക്കി, ലോകത്ത് ഹിസ്ബുല്ല എന്ന ഭീകര സംഘടനയെ ഉണ്ടാക്കി,
ഹൂത്തി എന്ന ഭീകര സംഘടനയെ ഉണ്ടാക്കി. ഇത്തരം നിരവധി ഭീകര സംഘടനകളെ ഉണ്ടാക്കിയിട്ട് ലോകത്ത് സമാധാനമില്ലാതാക്കിയാണ് ഈ പറയുന്ന ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാന്റെ അടിവേറിറക്കുക എന്നുള്ളത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, ലോകത്തിന് വേണ്ടിയാ. ഈ യുദ്ധം ഈ സമയത്ത് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? ഓരോ മലയാളിയും ചിന്തിച്ചു നോക്കോ. ഈ സമയത്ത് അവസാനിപ്പിച്ചാൽ വീണ്ടും ഇസ്രായേലിൽ ഓരോ ആളുകളും വന്ന് പൊട്ടിത്തെറിക്കാൻ നടക്കൂലേ? ഈ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ ജിഹാദികൾ, മതഭ്രാന്തന്മാര് ഈ മതത്തിന് വേണ്ടിയിട്ട് വന്ന് പൊട്ടിത്തെറിക്കുക, സമാധാനം നഷ്ടപ്പെടുത്തുക. അതേസമയം ഇസ്രായേൽ ചെയ്യുന്നത് അവിടെയുള്ള 20 ലക്ഷത്തോളം വരുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഇസ്രായേൽ പടപൊരുതുന്നത്. അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ പടപൊരുതുന്നത്. ഈ ഇറാന്റെ കൊമൈനി അങ്ങ് തീർന്നതോട് കൂടിയിട്ട് ചാടി വീണല്ലോ ഹിസ്ബുള്ള. ഇതെല്ലാ തവണയും ഹിസ്ബുള്ള ചാടി വീഴും, സകലതും അങ്ങ് തകർന്ന് തരിപ്പണാമങ്ങ് നിർത്താറാണ് പതിവ്. ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി അതിന് ഹമാസിനെ തിരിച്ച് ആക്രമിച്ച സമയത്ത് ഞങ്ങൾ ഇസ്രായേലിനെ തീർക്കുമെന്ന് പറഞ്ഞ് ഹിസ്ബുള്ള രംഗത്തിറങ്ങിയിരുന്നു. ഹസൻ നസ്രുള്ള പോലും അങ്ങ് തീർന്നതാ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ഹിസ്ബുള്ളയുടെ ഒരുപാട് വർഷക്കാലം മേധാവിയായിരുന്ന ഹസൻ നസ്രുള്ള അങ്ങ് തീർന്നു. പിന്നെ എത്ര മേധാവിമാര് വന്നിരുന്ന് ഹിസ്ബുള്ള പ്രവർത്തകർക്ക്, ഭീകരർക്ക് അറിയോ എന്ന് പോലും അറിയില്ല. അത്രത്തോളം പിന്നീട് ഹിസ്ബുള്ളയുടെ ഭീകരരങ്ങ് തീർന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഖമേനിക്ക് വേണ്ടി ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തി. അതിന് ഒരു 1.5 ആക്രമണം ബെയ്റൂട്ടിലേക്ക് ഇസ്രായേൽ നടത്തി. എന്താ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്? ഈ ഹിസ്ബുള്ളയുടെ പാർലമെന്ററി നേതാവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അവരുടെ തലവൻ, അതായത് ഹിസ്ബുള്ളയുടെ പാർലമെന്ററി തലവനായിട്ടുള്ള മുഹമ്മദ് റാബിദ് കൊല്ലപ്പെട്ടു. മുഹമ്മദ് റാദി എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട തലവൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഖമേനിക്ക് വേണ്ടി ചാടി വീണതാ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇസ്രായേല് ലബനാനില് ഇവരുടെ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്തോണ്ടിരിക്കുക. ഇവിടെ ഇസ്രായേൽ ഒരു യുദ്ധം ഇറാനെതിരെ മാത്രമല്ല, സകല ഭീകരർക്കുമെതിരെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സകല ഭീകര, ഹിസ്ബുള്ള ഒരു ഭാഗത്ത്, ഹമാസ് ഒരു ഭാഗത്ത് ഹൂത്തി, ഒരു ഭാഗത്ത് ഇറാൻ എന്ന ഒരു രാജ്യത്തിന്റെ പേരിൽ ഒന്നേ ഉള്ളൂ. പക്ഷെ നിരവധി ഭീകരര്, ഏത് തരത്തിലുള്ള ഭീകരര്, കൊല്ലപ്പെട്ട പ്രശ്നമില്ലാത്ത ഭീകരര്, പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ഭീകരർ, പൊട്ടിത്തെറിക്കാൻ ഇസ്രായേൽ അത്തരമുള്ള ഒരാളുമില്ല. ഇസ്രായേലിലെ സൈന്യം എന്ന് പറയുന്നത് അവസാനം പോകുന്നത് വരെ തന്റെ ജനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ സംരക്ഷിച്ച് തന്നെ അവരെ മുന്നോട്ട് പോകുന്നത്. 2 വിഭാഗത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് പൊട്ടിത്തെറിക്കാനാ, ലോകം തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നിന്റെ ലക്ഷ്യം. അതേസമയം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നന്മയാണ്. നന്മ അത് സകല മലയാളികളും തിരിച്ചറിയണം. ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യം, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമൊക്കെ തന്നെ. ഇവിടെയൊക്കെ ഒരുപാട് ജിഹാദികളുണ്ട്. ഇസ്രായേലിന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ പോലും ആയുധമെടുത്തിറങ്ങും. ഒരു തർക്കല് വേണ്ട. പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ വന്നു കഴിഞ്ഞു. ആയുധമെടുക്കൂ. ഇസ്രായേലിന് എന്തെങ്കിലും തരത്തിലൊരു ക്ഷീണം സംഭവിച്ചാൽ നമ്മുടെ നാടുകളിലുള്ള ജിഹാദികൾ പോലും ആയുധമെടുക്കൂ. അതൊക്കെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇസ്രായേൽ വിജയിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യം. ഇസ്രായേൽ ഏതായാലും ഈ അലി ഖമേനിയുടെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ മുച്ചൂടും മുടിപ്പിച്ചിട്ടേ ഇത് അവസാനിപ്പിക്കുക. അത് ഇറാനിയൻ ജനതക്കോ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഇസ്രായേൽ പടപൊരുതുന്നത്. അന്തിമ വിജയം നീതിക്ക് മാത്രമാണ്. ഇസ്രായേൽ മാത്രമാണ് ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കേണ്ടതും